സോ കീം 2025 ഒരുപാട് കുട്ടികൾക്കൊരു ഡൗട്ടാണ് റാങ്ക് എന്ന് വരും. സോ ഞാൻ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഞാൻ വിളിച്ച് ചോദിച്ചാൽ മനസ്സിലായത് ഈ വീക്ക് തന്നെ വരുന്നതാണ്. അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീണ്ടും ഈ റാങ്കിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് കുട്ടികൾക്ക് വേറെ കോളേജിൽ കൊടുക്കേണ്ടി വരും, വേറെ ഡിഗ്രിക്ക് കൊടുക്കേണ്ടി വരും, കുസാറ്റിൽ കൊടുക്കേണ്ടി വരും, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ കേരളത്തിലെ പുറത്തോട്ട് നോക്കുന്നവരുണ്ടാവും. അപ്പോൾ ഞാനിവിടെ നിങ്ങൾ കൺക്ലൂഷനായിട്ട് പറയുന്നത് റാങ്ക് ഈ വീക്കിൽ തന്നെ വരുന്നതാണ്. എനിക്ക് വിളിച്ചപ്പോൾ CE കിട്ടിയ ഇൻഫർമേഷൻ അത് എപ്പോൾ വേണമെങ്കിലും വരാം. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഡേറ്റിൽ വരാത്ത ഒരുപാട് ഡിലേ കാര്യങ്ങളൊക്കെ ഈ റാങ്കിൽ വരുന്നുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാം, മാക്സിമം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം ഡെയിലി കമൻറ്റിൽ വരുന്ന ചോദ്യമാണ് റാങ്ക് എന്ന് വരും, റാങ്ക് എന്ന്. പക്ഷേ റാങ്ക് വരുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഒരുപാട് പ്രിപ്പറേഷൻസും കാര്യങ്ങളും എടുക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. റാങ്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഞാൻ ഒന്നും കൂടി പറയുകയാണ്. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് വരുന്നതിൻ്റെ മുന്നേ ഏറ്റവും നല്ല കോളേജസ്, ടോപ്പ് കോളേജിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട് എത്ര പേര് അത് ചെയ്തുകൊണ്ട് എനിക്കല്ല. ടോപ്പ് കോളേജുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക. അതിൽ പ്രൈവറ്റ് ഉണ്ടാവണം, അതേപോലെ തന്നെ ഗവൺമെൻറ് ഉണ്ടാവണം, IHRD കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ മാക്സിമം അത് പോരാണ്ട് നിങ്ങൾ തന്നെ ഒരു സീനിയറിനും അവിടെ പഠിച്ചിട്ട് അലൂമിനിയം കോൺടാക്ട് നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ട്. എത്ര പേര് ഇത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തോ അവർക്ക് ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയ കോളേജ് തന്നെ പോയി എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. ഈ റാങ്ക് വരുന്നതിന് മുന്നേ ഒരുപാട് ഡേയ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. വൺസ് റാങ്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിന് സമയം ഉണ്ടാവില്ല. ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കണം, അലോട്ട്മെൻറ്റ് കൊടുക്കണം, ഫീസ് അടയ്ക്കണം, അങ്ങനെയൊക്കെ ഫുൾ കൺഫ്യൂഷനാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. കൊടുക്കാനും ഒക്കെ എളുപ്പമുള്ള കാര്യം ലിസ്റ്റ് ഉണ്ടാക്കാനാണ് പണി. അപ്പോൾ നമ്മൾ തലേ ദിവസം പഠിച്ച് എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ എഴുതും, ചിലപ്പോൾ പാസ്സാകും. പക്ഷേ വിചാരിച്ച പോലെ മാർക്ക് കിട്ടണമെന്നില്ല. അതേപോലെ തന്നെ തലേ ദിവസം ചെയ്യേണ്ട പരിപാടിയില്ല, ഇത് നേരത്തെ ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലിസ്റ്റ് നേരത്തെ ഫോളോ ചെയ്യുക, ഉണ്ടാക്കി വെക്കുക. ഒരു കാര്യം വീണ്ടും പറയാണ്, നിങ്ങളുടെ റാങ്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് കിട്ടുകയെന്നോ അങ്ങനത്തെ ഒരുപാട് ഡൗട്ടുകളുണ്ട്. അതിനൊരു കിട്ടിയാലും വാട്സപ്പോട്ട് ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് യൂസ് ആയിരിക്കും. ഒരു 80-90% ഒക്കെ ആണെന്നും ജസ്റ്റ് നോക്കി വെക്കാം. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്ത് ലിങ്ക് വെച്ചിട്ട് കോളേജ് ദോസ്തിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടിലെത്താം. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജ്, അവരുടെ കട്ട് ഓഫ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ, നിങ്ങളുടെ റാങ്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ കോളേജ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ റാങ്ക് ഇപ്പോൾ കറണ്ട് വന്നിട്ടില്ല, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ കോളേജ് പ്രിഡിക്ടർ വരെ ഉണ്ട്. അപ്പം നോക്കാം. റാങ്ക് വന്ന വീഡിയോ എന്തായാലും ഉടനെ ഇടുന്നതായിരിക്കും. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.